ഇങ്ങനെ ഈ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നതോടുകൂടി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ടത് റബ്ബനാ ലക്കൽ ഹംദു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി വഇദാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു റബ്ബനാ വലക്കൽ ഹംദ് യസ്മഉല്ലാഹു ലക്കും فإن الله تبارك وتعالى على لسان نبيه صلى الله عليه وسلم سمع الله لمن حمده رواه مسلم. ഇമാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ തുടരാൻ വേണ്ടിയാണ്. ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയണം. എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ആ ഹംദ് കേൾക്കുകയും അവൻ ഉത്തരം നൽകുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ സാധാരണയായി ഒരു സംശയമുണ്ടാകാറുണ്ട്. ചില മദ്ഹബിന്റെ ആളുകൾ ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയും, പിന്നീട് അദ്ദേഹം റബ്ബനാ ലക്കൽ ഹംദ് പറയാറില്ല. മഅ്മൂമീങ്ങൾ സമിഅല്ലാഹു ലിമൻ ഹമിദ പറയാതെ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുകയും ചെയ്യാറുണ്ട്. നമ്മൾ പല ആളുകളുടെ നിസ്കാരങ്ങളിലും അങ്ങനെ കേൾക്കാറും കാണാറുമുണ്ട്. അതായത് രണ്ടും കൂടിയും ഇമാം മഅ്മൂം പറയുന്ന സമ്പ്രദായം ചില ആളുകൾ അംഗീകരിക്കുന്നില്ല. ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ മാത്രം പറഞ്ഞാൽ മതി, മഅ്മൂം റബ്ബനാ വലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. രണ്ടും കൂടെ രണ്ടാളും പറയേണ്ടതില്ല എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ അത് പ്രവാചക ചര്യ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയ പണ്ഡിതന്മാർ പറയുന്നത് രണ്ടും രണ്ടാളും പറയണം എന്നാണ്. ഇവിടെ ഈ ഹദീസാണ് ചില ആൾക്കാർ പറയുന്നത്, ഇദാ ഖാലൽ ഇമാമു സമിഅല്ലാഹു ലിമൻ ഹമിദ ഫഖൂലു റബ്ബനാ വലക്കൽ ഹംദ്. ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്നത് കേട്ടാൽ നിങ്ങൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയണം. അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് മഅ്മൂം സമിഅല്ലാഹു ലിമൻ ഹമിദ പറയേണ്ടതില്ല, റബ്ബനാ ലക്കൽ ഹംദ് പറയേണ്ടതുള്ളൂ. അപ്പൊ പണ്ഡിതന്മാർ അതിന് വിശദീകരണം കൊടുത്തത്, നബി മഅ്മൂം എന്താണ് ചൊല്ലേണ്ടത്, ഇമാം എന്താണ് ചൊല്ലേണ്ടതെന്ന് പഠിപ്പിക്കല്ല ആ ഹദീസിലൂടെ ചെയ്യുന്നത്. അതല്ല അവിടെ ഉദ്ദേശം. പിന്നെന്താണ്, മഅ്മൂം റബ്ബനാ വലക്കൽ ഹംദ് പറയേണ്ടത് ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന്റെ ശേഷമായിരിക്കണം എന്ന സ്ഥാനം പഠിപ്പിക്കലേ ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഇന്നതേ പറയാവൂ ഇന്നത് പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കാനല്ല ആ ഹദീസ് കൊണ്ട് താല്പര്യപ്പെട്ടിരിക്കുന്നത് എന്ന് പണ്ഡിതന്മാരെ വിശദീകരിച്ചു കാണും. അപ്പോ ഈ വിഷയത്തിൽ ശരിയായി അവഗാഹമായി പരിശോധിച്ച് നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത് രണ്ടു കൂട്ടരും രണ്ടും പറയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുകയും അതോടൊപ്പം തന്നെ കാന യഖൂലു വഹുവ ഖായിമുൻ റബ്ബനാ വലക്കൽ ഹംദ്, നബി അങ്ങനെ നിന്നിട്ട് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റസൂലുള്ളാഹി നമ്മളോട് പറയുകയും ചെയ്യുന്നു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ ഏത് രൂപത്തിൽ നിസ്കരിക്കുന്നതായി കണ്ടോ അതേപോലെ തന്നെ നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യണം. അപ്പൊ ഇമാമായിരുന്നാലും മഅ്മൂമായിരുന്നാലും സമിഅല്ലാഹു ലിമൻ ഹമിദാനും റബ്ബനാ വലക്കൽ ഹംദ് എന്നും പറയണം. ഈ റബ്ബനാ വലക്കൽ ഹംദ് എന്നുള്ളത് ഇഅ്തിദാലിൽ ചൊല്ലേണ്ടുന്ന ദിക്റിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ്. റബ്ബന ലക്കൽ ഹംദ് എന്നും റബ്ബന വലക്കൽ ഹംദു എന്നും ഹദീസുകളിലുണ്ട്. രണ്ടും ശരിയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ലക്കൽ ഹംദു നിനക്കാണ് സർവസ്തുതി. അത് പറയുന്നതോടുകൂടി എഴുത്തിദാലിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഒരു ചെറിയ രൂപമായി. ഇനി അതിന്റെ വിശാലമായ രൂപമുണ്ട്, ഒരു ഇടത്തരം രൂപവും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സമയത്തിന്റെയും സൗകര്യത്തിനും അനുസരിച്ചുകൊണ്ട് അവയിൽ ഏത് വേണമെങ്കിലും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. സമയവും സൗകര്യവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ ഇമാമായിട്ട് നിൽക്കുകയാണെങ്കിൽ മഅ്മൂമീങ്ങളുടെ സമയവും മറ്റു കാര്യങ്ങളും പരിഗണിക്കണമല്ലോ. എഴുത്തിദാൽ അദ്ദേഹം കൂടുതൽ ദീർഘിപ്പിക്കരുത്. എന്നാൽ ഒറ്റക്ക് നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ നമുക്ക് ഈ പ്രവാചകൻ നിർവഹിച്ചു തന്ന സുദീർഘമായ ദിക്റുകളൊക്കെ എഴുത്തിദാലിൽ നിർവഹിക്കാവുന്നതുമാണ്. അങ്ങനെ ചെയ്യലാണ് നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ എന്നും ഒരൊറ്റൊരു ഹദീസിൽ വന്ന പ്രാർത്ഥന മാത്രം ചൊല്ലാം, മറ്റു പ്രാർത്ഥനകൾക്കൊന്നും ദിക്റുകൾക്കൊന്നും നമ്മുടെ നമസ്കാരത്തിൽ പ്രവേശനം കൊടുക്കാത്ത രൂപത്തിൽ എന്നും ഒന്നിന്മേൽ തന്നെ പിടിക്കുന്നതിനേക്കാൾ നല്ലത് വ്യത്യസ്ത ഘട്ടങ്ങളിലായി പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മുടെ നിസ്കാരത്തിൽ പ്രവേശനം കൊടുക്കലാണ് നല്ലത് എന്നാണ്. അപ്പൊ നമ്മൾ എല്ലാ ഹദീസും അനുസരിച്ച് അമൽ ചെയ്തു എന്ന ഒരു പുണ്യം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. ഒന്ന് തന്നെയാകുമ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടുന്നു എന്നാണ് ഈ ഹദീസുകളുടെയൊക്കെ വിശദീകരണമൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നത്. ഇവിടെ അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബന ലക്കൽ ഹംദു എന്നോ റബ്ബന വലക്കൽ ഹംദു എന്നോ പറയാം. അതല്ലെങ്കിൽ ഇതിപ്പോ അതിന്റെ ചുരുങ്ങിയ രൂപമാണ്. ഇനി വിവിധ രൂപത്തിൽ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ദിക്ർ വർദ്ധിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന
ഇദാ റഫഅ മിന റകഅ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ ലക്കൽ ഹംദു മിൽഅ അസ്സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. നമ്മൾ സാധാരണയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിക്ർ. റബ്ബനാ ലക്കൽ ഹംദു, നാഥ നിനക്കാണ് സ്തുതി, മിൽഅ അസ്സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. എന്താണ് പറയുന്നത്? ഒരു വലിയ കാര്യം നമ്മൾ പറയുന്നത്. നിനക്കാണ് സ്തുതി. എത്ര? മിൽഅ എന്ന് പറഞ്ഞാൽ നിറയെ, മിൽഅ സമാവാതി ആകാശങ്ങൾ നിറയെ നിനക്കാണ് സ്തുതി, വമിൽഅൽ അർളി ഭൂമി നിറയെയും, അതേപോലെ തന്നെ വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ്. ഇനി അത് രണ്ടും അല്ലാത്ത ഏതൊക്കെ നീ ഉദ്ദേശിക്കുന്ന വസ്തുക്കളുണ്ടോ അവയെല്ലാം നിറയെ സ്തുതി നൽകാൻ കടപ്പെട്ടവൻ നീ മാത്രമാണ്. ആ സ്തുതിയുടെ വലുപ്പവും അതേപോലെ തന്നെ അതിന്റെ അളവും നിർണയിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അത്രമാത്രം ഞങ്ങൾ നിനക്കിത ആകാശഭൂമികളും അവയിലുള്ള എല്ലാ വസ്തുക്കളും അടങ്ങുന്നത്ര നിറയെ സ്തുതികീർത്തനങ്ങൾ നിന്നോടിതാ ഞങ്ങൾ പറയുന്നു. ഇതാണ് എഴുത്തുകാരൻ നമ്മൾ നിർവഹിക്കുന്ന ആ പ്രാർത്ഥനയുടെ ചുരുങ്ങിയ രൂപത്തിലുള്ള അർത്ഥം. ഇതിന്റെ തന്നെ വിശാലമായ വേറെ രൂപമുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ, നബി തിരുമേനി സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ പിന്നീട് അവിടുന്ന് പറയും അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദു മിൽഅ അസ്സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് അഹ്ല അസ്സനാഇ വൽ മജ്ദി അഹഖു മാ ഖാല അൽ അബ്ദു വകുല്ലുനാ ലക അബ്ദുൻ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. ഇതാണ് അതിന്റെ അല്പം വിശദീകരണമെന്ന രൂപം. അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബനാ ലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും, മിൽഅ അസ്സമാവാതി നേരത്തെ പറഞ്ഞതുപോലെ ആകാശങ്ങൾ നിറയെ, വമിൽഅൽ അർളി ഭൂമി നിറയെയും, വമിൽഅ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദു അതിനുശേഷം നീ ഉദ്ദേശിക്കുന്ന വസ്തുക്കൾ മുഴുക്കെ നിറയെ എല്ലാം ഞങ്ങൾ സ്തുതി നിനക്കർപ്പിക്കും. അഹ്ല സനാഇ വൽ മജ്ദി, അഹ്ല സനാഇ, സനാഇ പുകഴ്ത്താൻ അർഹതപ്പെട്ടവൻ നീയാണ് തമ്പുരാനെ, വൽ മജ്ദി മഹത്വപ്പെടുത്താനും ഈ ലോകത്ത് ആരെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. അഹഖു മാ ഖാലൽ അബ്ദു, അടിമ, നിന്റെ അടിമ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും സത്യമായതെന്താണ്? കുല്ലുനാ ലക അബ്ദുൻ, ഞങ്ങളൊക്കെ നിന്റെ അടിമകളാണ്. ലാ മാനിഅ ലിമാ അഅ്തൈത, പടച്ചവനെ നീ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടുക്കാൻ ഇവിടെ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ ആർക്കെങ്കിലും നൽകാതിരിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ തടയാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കാൻ കഴിവുള്ളവനും ഈ ലോകത്താരുമില്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, സമ്പത്തും പ്രതാപവും ഉള്ളവന് നിന്റെ അടുക്കൽ അവന്റെ സമ്പത്തും പ്രതാപവും ഒരു ഫലവും ചെയ്യില്ല. സൽക്കർമ്മങ്ങൾ കൊണ്ടല്ലാതെ ആർക്കും നിന്റെ മുമ്പിൽ രക്ഷയില്ല. ഇതാണ് ആ അല്പം ദീർഘമായ ദിക്റിലൂടെ നമ്മൾ അള്ളാഹുവിനോട് എഴുത്തുകാരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രൂപത്തിലൊക്കെ എഴുത്തുകാരിൽ നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, റിഫാഅത്ത് ബിൻ റാഫി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുന്നാ നുസല്ലി യൗമൻ വറാഅ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബിയുടെ പിന്നിൽ നിസ്കരിക്കുകയായിരുന്നു. സ്വഹാബത്ത് പറയാം, ഫലമ്മാ റഫഅ റഅസഹു മിൻ അർ-റക്അ, നബി റുകൂഇൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ഖാല, അവിടുന്ന് പറഞ്ഞു, സമിഅല്ലാഹു ലിമൻ ഹമിദ, സമിഅല്ലാഹു ലിമൻ ഹമിദ. ഫഖാല റജുലുൻ വറാഅ, അപ്പോൾ ബാക്കിൽ നിൽക്കുന്ന ഒരാള് പുറത്തേട് പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പ്രാർത്ഥിച്ചു. എന്താണ് അതിന്റെ അർത്ഥം? റബ്ബന, ഞങ്ങളുടെ നാഥ, വലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും, ഹംദൻ കസീറൻ ധാരാളക്കണക്കിന് സ്തുതി, തയ്യിബൻ ഏറ്റവും നല്ല സ്തുതി, മുബാറകൻ ഫീഹി ബർക്കത്തുള്ള അനുഗ്രഹീതമായ എല്ലാ സ്തുതികളും നിനക്കാണ് എന്ന് വേറെ രൂപത്തിൽ പ്രാർത്ഥിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ കാല റസൂലുള്ളാഹി ചോദിച്ചു, മനിൽ മുതക്കല്ലിം, ആരാണ് ആ പുതിയ പ്രാർത്ഥന പറഞ്ഞ ആള്? അപ്പോ ആരും മിണ്ടുന്നില്ല, പേടിയായി. ഇത് തെറ്റിട്ടാണോ പറഞ്ഞു വിചാരിച്ചിട്ട് ആരും മിണ്ടില്ല. അപ്പൊ നബി പറഞ്ഞു, എന്തായാലും അയാൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞ ആൾക്ക് ധൈര്യമായി, അനയാ റസൂലല്ലാഹ്, നബി ഞാനാ പറഞ്ഞത്, ഞാനാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ കാല നബി പറഞ്ഞു, ലഖദ് റഅയ്തു ബിദഅതൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹാ അയ്യുഹും യക്തുബുഹാ അവ്വലൻ. ലഖദ് റഅയ്തു, തീർച്ചയായും ഞാൻ കണ്ടു, ബിദഅതൻ വസലാസീന മലക്കൻ, 30-ൽ ചില്ലാനം മലക്കുകൾ, യബ്തദിറൂനഹാ അവർ ധൃതി കൂട്ടുന്നു, അയ്യുഹും യക്തുബുഹാ അവ്വലൻ, ആരാണ് ആദ്യമായിട്ട് ഈ പ്രാർത്ഥന വലിയ മനുഷ്യന് വേണ്ടി സൽക്കർമായിട്ട് എഴുതേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർ തിരക്ക് കൂട്ടുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി.
ഇത് ബുഖാരിയും അഹ്മദും മാലിക് അബൂദാവൂദ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതാണ്. അപ്പൊ ആ പ്രാർത്ഥനയും പ്രവാചകൻ അംഗീകാരം കൊടുത്തു, പ്രോത്സാഹിപ്പിച്ചു. റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, ആ പ്രാർത്ഥനയും നിർവഹിക്കാവുന്നതാണ്. അപ്പൊ ഈ നിലക്കൊക്കെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ സ്വഹീഹായ നിലക്ക് എഴുത്തുകാരിലെ വിവിധ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. നമുക്ക് സമയവും സൗകര്യവും കിട്ടുമ്പോൾ പുതിയതായിട്ട് നമുക്കറിയാത്ത ദിക്റുകളൊക്കെ പഠിക്കുകയും പല അവസരങ്ങളിൽ പല ഘട്ടങ്ങളിലായി ഇതൊക്കെ നിർവഹിക്കുമ്പോൾ പ്രവാചക ചര്യയെ പിൻപറ്റിയ പ്രതിഫലം നമുക്ക് നേടുവാൻ സാധിക്കും എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക.